അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം ആരാധന ആരാധന to your heart. Everyone's a star, so she said, and landed in the street early one morning, right in front of me. She threw out her spell. Tell it to your mind. Leave it all behind. Now we will spread our wings and fly under the great skies. Through the night so blue, I'm holding on to you. Listen to the sound.
സന്നിഹിതരായിരിക്കും നാം എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒരു പ്രത്യേക ദൗത്യത്തിനായി നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ഈ ദൗത്യം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുമ്പോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് വായിക്കാൻ പോകുന്നത് കാനായിൽ വെള്ളം വീഞ്ഞാക്കിയതാണ്. അവിടെയും ഈശോ മാതാവിൻ്റെ വാക്കുകൾ അനുസരിച്ച് മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞു. അതനുസരിച്ച് വെള്ളം വീഞ്ഞായി അവിടെ എല്ലാവരെയും സന്തോഷത്തിലേക്ക് നയിച്ചു. അതുപോലെ തന്നെ ദൂരെ നിന്ന് ഇവിടെ വന്ന് ഒരു വിവാഹ കർമ്മത്തിലൂടെ മുമ്പോട്ട് കുടുംബജീവിതം നയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സാഹചര്യങ്ങളിൽ കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്, വളരെയധികം പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം അവിടെ നിറവേറും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആ ദൈവഹിതം നിറവേറുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും കുരിശിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണം. കുരിശിനെ ദുഃഖമായിട്ട് കരുതുമ്പോൾ, കുരിശിനെ ബുദ്ധിമുട്ടായിട്ട് കരുതുമ്പോൾ തീർച്ചയായും കുടുംബജീവിതം അവിടെ തകരും. കുരിശിനെ ഒരു പുതിയ ജീവിതമായിട്ട് കരുതുമ്പോൾ, കുരിശിനെ ദൈവത്തിൻ്റെ ഹിതമായിട്ട് കരുതുമ്പോൾ തീർച്ചയായും നമുക്കൊരു നല്ലൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇന്ന് വിവാഹിതരായിരുന്ന ജോയെ കുരിശിനെ നമുക്ക് പ്രത്യേകം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആ കുരിശാണ് പുതിയ കുടുംബജീവിതം എന്ന് അറിഞ്ഞുകൊണ്ട് അവരൊരു നല്ലൊരു ജീവിതം നയിക്കും. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചയക്കാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചെന്ന ആ വിശ്വാസ ജീവിതം ഇന്നു മുതൽ ജോയും രജിഷും ജീവിക്കുവാൻ പോവുകയാണ്. ഒരു പുതിയ ജീവിതം, 2 പേർ ഒന്നായി ജീവിക്കുന്ന ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നിറയട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരെ വളർത്തിയെടുത്ത മാതാപിതാക്കന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ.
നാമത്തിൽ വന്നവനാ ദാവീദാത്മജനോശാന. കർത്താവിൻ നാമത്തിൽ വന്നവനാ ദാവീദാത്മജനോശാന. ഇനിയും വരുവോനനുഗ്രഹീതൻ ഉന്നത വീതിയിലോശാന. ഇനിയും വരുവോനനുഗ്രഹീതൻ ഉന്നത വീതിയിലോശാന. നീലാകാശവും മാമല നിറയും പാലൊളി വിതറും ചന്ദ്രികയും. നീലാകാശവും മാമല നിറയും പാലൊളി വിതറും ചന്ദ്രികയും. തീരവും തിരകളും താരഗണവും പാടുന്നു ദൈവം പരിശുദ്ധൻ. തീരവും തിരകളും താരഗണവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അമ്മ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി
പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ യുവധൂരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകകളായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ ഉപദാശ യോഗ്യതയുടെ വരെ നിർമ്മിച്ചുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ ക്ഷണമണവാട്ടിയ സഭയെ നീ സന്തോഷിക്കുക. നിത്യനാദികൾ നിന്റെ സ്നേഹഭൂമനൂരും നിന്നെ തിരുമണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അടുക്കല്ല ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വലിയ വലിയ കാഴ്ചകളുമായി രാജാവിനെ സന്ദർശിക്കും. തൊഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ അതിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേ. ഞങ്ങളുടെ രക്ഷകനുമണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനാദിയും നിന്റെ സ്നേഹം മൂലം നിന്നെ തിരുമണവാട്ടിയായി തിരഞ്ഞെടുത്തു. എന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളിച്ചത് മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്ന പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം ആമത്തേനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ട കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നെ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് തുച്ഛിപ്പിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സാമോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം. മലരിൽ നിറയുന്നു മാനസമലരിൽ നിറയുന്നു. മധുകൊഴുകട്ടെ തിരുമുൻപിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാം ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കാനായിലെ വിവാഹ വിരുന്ന്. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവയെല്ലാം കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. ഉറപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെറിയ അത്ഭുതം. ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കായി വചനം പങ്കുവയ്ക്കുന്നത് സേവ്യർ കിഴക്കേമേലിൽ CMI-യാണ്. മേരേരി കൊത്താട്ടുള്ള CMI ആശ്രമത്തിൻ്റെ അധിപനാണ്. മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഈ തിരുകർമ്മത്തിൻ്റെ ആദ്യമേ തന്നെ അച്ഛൻ പറഞ്ഞു, ജോയും പ്രജുഷയും അവരുടെ ജീവിതത്തിലേക്കുള്ള സമർപ്പണത്തിൻ്റെ നിമിഷത്തിലേക്കാണ്. അതിനായിട്ട് ഈ വിശുദ്ധ കുർബാന നമ്മളെല്ലാവരും പ്രത്യേക നിയോഗത്തോടുകൂടി അർപ്പിക്കുന്നു എന്നുള്ളത്. തീർച്ചയായും
അതിൻ്റെ തുടർച്ച തന്നെയാണ് ഞാനും പറയാൻ പോകുന്നത്. ഈ വിശുദ്ധ കുർബാനയിലും കർമ്മത്തിലും പങ്കെടുക്കുന്നത് തോണിപ്പാറ കുടുംബത്തിലെ അച്ഛന്മാർ തന്നെയാണ് 4 പേരും. ഞാൻ മാത്രമേ ഇവിടെ ഒരു സുഹൃത്ത്, ആത്മസുഹൃത്ത് എന്ന നിലയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സന്ദേശം നൽകുവാനും ഉപദേശം നൽകുവാനും കുടുംബത്തിൽപ്പെട്ടവർ പറഞ്ഞാൽ എപ്പോഴും പറയുന്നതാണ്, അത് ശരിയാകുകയില്ല, അതൊരു പുറത്തുനിന്നുള്ളൊരു അച്ഛൻ വേണം എന്ന് പറഞ്ഞ് എന്നെ ഫ്രാൻസിസൻ നിർബന്ധപൂർവ്വം ഏൽപ്പിച്ചു. നിർബന്ധമല്ല, സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഞങ്ങൾ ഒന്നിച്ച് ഒരേ സെമിനാരിൽ പഠിച്ച് ഒന്നിച്ച് പണ്ടേറ്റതാണ്. 2 പേര്, എല്ലാവരും 4 പേരും പ്രഗത്ഭരായ അച്ഛന്മാരാണെന്ന് പറയാം. അച്ഛന്മാരെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല, തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ സന്തോഷം കൊള്ളുന്നു. 2 പേരും സെമിനാരി പ്രൊഫസർമാരാണ്. ഒന്ന് കോളേജിലെ ലീഗ് പ്രസിഡൻ്റായിരുന്നു നിർമ്മാണം വിദ്യാക്ഷേത്രത്തിൽ, മറ്റേ വെള്ളിച്ചൻ കുർബാന അർപ്പിക്കുന്ന അച്ഛൻ ആലുവയിലെ സ്പിരിച്വൽ ഡയറക്ടറുമാണ്. അച്ഛനായിട്ടും തീർച്ചയായിട്ടും സഭയിലെ നല്ല ഉത്തരവാദിത്തങ്ങളോടെ കടന്നു പോകുന്നു. തോണിപ്പാറ കുടുംബത്തിൽ നിന്നാണ് ജോ കടന്നു വന്നിരിക്കുന്നത്. ആ കുടുംബത്തിലേക്കാണ് പ്രതീക്ഷ കടന്നു വരുന്നത്. ദൈവവിളിയുടെയും ദൈവഭക്തിയുടെയും അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നേർന്നു നിൽക്കുന്ന ഒരു കുടുംബം. അരങ്ങാട്ടുപള്ളിയിൽ നിന്നും തറവാട്, അവിടെ നിന്നും മലബാറിലേക്ക് കുടിയേറി പല പല പ്രദേശങ്ങളിൽ താമസിച്ച് വിശ്വാസത്തെ മറ്റുള്ളവർക്ക്, സമൂഹത്തിന്, വരും തലമുറയ്ക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ജോയിൽ കടന്നു വന്നിരിക്കുന്ന ഓർക്കുകയാണ്. ഞാൻ ഈ അവസരത്തെ ഓർത്ത് പോകുന്ന ഇതാണ്. തീർച്ചയായും വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഞാൻ ഓർത്തു പോകുന്ന ഇതാണ്, ഞങ്ങളെ സംബന്ധിച്ച്, അച്ഛന്മാരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. ഞങ്ങൾ പാസ്റ്റർ തിയോളജി പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ പറയും, വൈദികരായ നിങ്ങൾ, ബ്രഹ്മചാരികളായ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു വിവാഹത്തിലായിരിക്കും. കാരണം ഞങ്ങളുടെ ശുശ്രൂഷ എടുത്ത് മാമോദിസ എന്ന കുദാശയിലൂടെ കടന്നു വന്ന് അതിലൂടെ ഓരോ ഇടവകയിലും വളർന്നു വന്ന് വിശ്വാസത്തെ അറിഞ്ഞിട്ട് ഉറപ്പിച്ച് പഠിപ്പിച്ച് അവരാ വിശ്വാസം കാത്തു സൂക്ഷിച്ച് അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് 2 പേരും ഒന്നിച്ചു വരുന്ന ഒരു ചെറിയ കുടുംബത്തിന് രൂപം കൊടുക്കാൻ അച്ഛന്മാരുടെ അല്ലെങ്കിൽ വൈദികരുടെ അല്ല ആത്മീയ പിതാക്കന്മാരുടെ സഹായമുണ്ട്. കാരണം അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുകയാണ്. എല്ലാം ആയിരുന്നു. പക്ഷേ അങ്ങനെയുള്ള നാട്ടിൽ നിന്നും ഈ വിശ്വാസം കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഈ ഗ്രാമത്തിൽ വന്ന് ഈ വിവാഹം നമ്മളെല്ലാവരുടെയും മധ്യേ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവർ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് ഒന്നിച്ച് ചേരുമ്പോൾ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും ഇത് വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയും വിവാഹമൊക്കെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലുള്ള മക്കളൊക്കെ തന്നെയാണ് അപ്രകാരം വ്യത്യസ്തമായ വിശ്വാസത്തിൽ നിന്ന് മാറി ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ കാണുന്നതും അല്ല ഞാൻ കണ്ടിട്ടുള്ളത് എന്താണ്, വിവാഹത്തിലേക്ക് വരുന്ന വരനെയും വധുവിനെയൊക്കെ കൂടുതൽ ഈ വിവാഹത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരാണ്. നിങ്ങൾ കയ്യിൽ പിടിച്ച് വാഗ്ദാനം ചെയ്യുമ്പോഴും ബൈബിളിൽ വെച്ച് സത്യം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ചില അമ്മച്ചിമാർ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അപ്പച്ചന്മാരും പേരൻസ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് സന്തോഷം കൊണ്ടാണ് എനിക്ക് കിട്ടിയ ദൈവം തന്ന ഈ മകൻ, എൻ്റെ മകള് ഇനി ഈ അവസരത്തിൽ തമ്പുരാൻ്റെ മുമ്പാകെ വിശ്വസ്തയോടുകൂടി ജീവിച്ചോളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത് അവർക്ക് സന്തോഷത്തിൻ്റെ ആ അസുഖങ്ങളാണ് അവർ കടന്നു വരുന്നത്. അവരൊരു കാഴ്ചക്കാരായിട്ടോ അല്ലെങ്കിൽ ഒരു മോടിയായിട്ടോ വസ്ത്രം ധരിക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല. മാതാപിതാക്കന്മാർക്ക് വളരെ ലാളിത്യത്തോടു കൂടി വന്ന് മക്കളുടെ ഈ പരിപാടി തമ്പുരാനെ എന്നെ ഏൽപ്പിക്കുന്നു, ഈ മക്കളുടെ ജീവിതം അജീവനാണ്, അവരുടെ ജീവിതം മുഴുവനും ഈ കാത്തുകൊള്ളണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും പേരൻസാണ് നമുക്കുള്ളത്. അപ്പോൾ മക്കൾ ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അല്ലെങ്കിൽ എന്നെ വളർത്തിയ മാതാപിതാക്കന്മാരുടെ വികാരങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അതിൽ നിന്നും ഭിന്നമായി പോകുമ്പോൾ, മാറിപ്പോകുമ്പോൾ നിങ്ങളുടെ പുറകിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കരയുന്ന അല്ലെങ്കിൽ കണ്ണീർ പൊഴിക്കുന്ന ഒരു 1-2 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ബന്ധിക്കുന്നത് 2 പേര് തമ്മിലല്ല, 3 പേരാണ് നമുക്കറിയാം ഈശോയുടെ സാന്നിധ്യത്തിൽ. അപ്പോൾ ആ രക്ഷകനായ യേശുവിനെ നിങ്ങൾ മുഖാമുഖം കാണണം, തൊട്ടനുഭവിക്കണം. അത് അനുഭവിച്ചാലേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യവും മഹത്വവും അറിയാൻ പറ്റുള്ളൂ. ക്രൈസ്തവ ജീവിതം എത്ര സുന്ദരമാണ്, എത്ര മഹത്വമാണെന്നുള്ളത് പറയണമെങ്കിൽ വൈദികരായ ഞങ്ങളും അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ പത്രം എടുക്കുമ്പോൾ ദിവ്യ പത്രത്തിൽ അതിൻ്റെ പ്രവേശത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ 15 ദിവസം കൂടുമ്പോൾ കൺഫ്യൂഷൻ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാവഭാരം കൊണ്ടല്ല, പക്ഷേ എങ്കിലും ഒരു വൈദികനോട് തൻ്റെ തെറ്റേറ്റ് പറഞ്ഞ് വിശുദ്ധീ പ്രാപിക്കുന്നതാണ് അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുന്നതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും
സന്തോഷപ്രദമായ സമയം അല്ലെങ്കിൽ ദിവസം എന്ന് മാർപ്പാപ്പ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നുള്ളത് പറയുമ്പോൾ ഈശോ അവിടെ ആശീർവദിച്ചിട്ട് ഞാൻ എൻ്റെ പാപങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ദൈവമാണ്. അത് നമ്മുടെ സഭയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരും തന്നിരിക്കുന്ന വെല്ലുവിളിയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആ രക്ഷകൻ ഈശോ ആ വിവാഹത്തെ ആശീർവദിച്ച പോലെ നിങ്ങളുടെ വിവാഹവും ആ ഈശോ തന്നെയാണ് ആശീർവദിച്ച് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് ആ മുഖമാണ്, ആ സ്പർശനമാണ്, ആ സാന്നിധ്യമാണ്. അതെന്നും ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ മുമ്പിലിരിക്കുന്ന ആ ബൈബിളിലെ വചനങ്ങളിലൂടെ നിങ്ങൾ ആ വചനം ശ്രമിച്ച് നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ വിവാഹത്തിൻ്റെ അകത്ത് ഒരു ചെറിയ ആശയം ഒരു പക്ഷേ അച്ഛന്മാർ എന്നോട് കൂടി യോജിക്കുമായിരിക്കും. എനിക്ക് കിട്ടിയ ഒരു ചിന്ത ഇതാണ്: വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കിയപ്പോൾ ആദ്യത്തെ വീഞ്ഞിനേക്കാൾ വളരെ വിശേഷപ്പെട്ട വൈനാണെന്ന് വീഞ്ഞാണെന്ന് കലവറക്കാരൻ പറയുന്നു. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത്രയും നേരം ഇത്രയും നാൾ ആദ്യമേ നല്ല വിളമ്പുന്നു, പക്ഷേ സാധാരണ ഇതിൽ അങ്ങനെ ചെയ്യുന്നു, പക്ഷേ നീ ഇവിടെ ഏറ്റവും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതെന്താണോ പറയുന്നത്? വീഞ്ഞെന്നുള്ള രീതിയിൽ കാണാതെ നിങ്ങളുടെ സാന്നിധ്യമാണ് കാണുന്നത്. നമ്മുടെ മാതാപിതാക്കന്മാരിൽ നമ്മളായിരുന്ന അവസ്ഥയിൽ നിന്ന് മാതാപിതാക്കന്മാർ വ്യത്യസ്തമായിട്ട് നിങ്ങൾ കടന്നു വന്ന് നിങ്ങളുടെ അറിവും നിങ്ങളുടെ പ്രവർത്തനവും ഈ ലോകത്തിൽ എല്ലായിടത്തും വ്യത്യസ്തമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പേരൻസ് കടന്നു വന്ന ആ കാർഷിക മേഖലയും ആ ചെറിയ ചെറിയ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ട് ലോകമെമ്പാടും നമ്മുടെ കൈവരിൽ നിൽക്കുന്ന ആ ലോകത്തെ നിങ്ങൾ ദർശിക്കത്തക്ക വിധത്തിൽ, ലോകത്തിൽ നിങ്ങൾക്ക് മായ പ്രപഞ്ചം സൃഷ്ടിക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത്രയും മാത്രം നിങ്ങൾക്ക് നല്ലൊരു അവസ്ഥ ദൈവം തന്നു. അതൊരു നല്ല വീഞ്ഞിൻ്റെ ലക്ഷണമാണ്. ഇനിയും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം കൃപയാൽ നിങ്ങളിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അതിലും വിശേഷമാണ്. അവരുടെ ദൈവം തന്നിരിക്കുന്ന മക്കളെ വിശുദ്ധിയോടെ വളർത്തുവാൻ വേണ്ടി എല്ലാ സാഹചര്യങ്ങളും കരുതി വെച്ചിട്ടുണ്ട്. അതാണ് ആ നല്ല വീഞ്ഞ് വീണ്ടും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിവാഹ വിരുന്ന് സംബന്ധിക്കാൻ, ഈ വിവാഹ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളിലൂടെ കാണുന്നത് എന്താണ്? ഒരു പുതിയ വീഞ്ഞാണ്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈശോ നിങ്ങളെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്കായിട്ട് കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, കൂടുതൽ നന്മകൾ ചെയ്യുവാൻ, ലോകത്തെ വളർത്തിയെടുക്കുവാൻ, ദൈവത്തിൻ്റെ ആ മഹത്വം കൂടുതൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി ശാസ്ത്രീയമായ ലോകത്തിൽ നിങ്ങളെ ലോകത്തിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്. അതാണ് പുതിയ വീഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ആ കടപ്പാട്, നിങ്ങൾക്കുള്ള ആ മഹത്വം നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ വെറും ഒരു ചെറിയൊരു കുടുംബമായിട്ട് ജീവിക്കാൻ മാത്രമല്ല, ഈ ലോകത്തിൽ നമുക്ക് ദൗത്യങ്ങൾ വലുതാണ്, നമ്മുടെ ഉത്തരവാദിത്വം വലുതേറിയതാണ്. അതുപോലെ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആനുകൂല്യം അനുസരിച്ച് നമ്മുടെ ഉത്തരവാദിത്വം ഏറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിയും പ്രജേഷും ചിന്തിക്കേണ്ടത് നമ്മുടെ ദൗത്യം അല്പോടെ വലുതാക്കിക്കൊണ്ട് ഒരു കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് ലോകത്തെ മഹത്വപ്പെടുത്തുവാൻ, കുടുംബത്തെ കൂടുതൽ വിശദീകരിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ തിരിച്ചറിയാൻ സാധിക്കട്ടെ. അതിനാണ് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെയുള്ള അച്ഛന്മാരുടെയും നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങൾ നന്മകളും നേരുന്നു. തീർച്ചയായിട്ടും തോണിപ്പാറ കുടുംബത്തിൽ പ്രതീക്ഷയും തീർച്ചയായും നല്ലൊരു കുടുംബത്തിലെ ഒരു കൊച്ചുമോളാണെന്ന് ഞങ്ങൾക്കറിയാം. നല്ല വിദ്യാഭ്യാസം രണ്ടുപേർക്ക് ജോയിക്കും പ്രതീക്ഷയും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ ആശയത്തിൽ ഉൾപ്പെടുത്തി ചേർക്കുകയാണ്. പ്രതീക്ഷയ്ക്കും ജോയിക്കും എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിവാഹമെന്ന കുദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ, ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയവിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെയും നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ ഭേദതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെയും പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെയും നിരസഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരന്തരായി ജീവിക്കുവാൻ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ.
പിതാവും പരിശുദ്ധാത്മേശ്വരായ എന്നേക്കും. അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പ്രഭാവനം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പരിശുദ്ധാത്മാ സർവേശ്വരായ എന്നേക്കും. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. മണവറയിങ്കൽ നയിച്ചല്ലോ. ഫ്രാൻസിസ് ജോൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി പ്രജീസ് എലിസബത്തിനെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഫ്രാൻസിസിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. മിശിഹായുടെ നിയമം നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർണ്ണം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവാനേമി ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനുസര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവ് ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു
കല്യാണരൂപനായ മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽസുതനാമീശോയും കുടുംബമാ യാഗവേദി അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈപ്പനായി തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. മാമോദീസ സ്വീകരിക്കുകയും ജീവനെടുത്താൽ മുതിരാകുകയും ചെയ്യും. ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടവുമേതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകമാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർദേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്ന് ഓടുന്ന സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപുരധികാരവും അങ്ങടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ.
ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ തിരുവോസ്തിയായി എന്നിലണയും. സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ പരിശുദ്ധാത്മാനുഗ്രഹത്താൽ സുദർഭവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് വൈഭവങ്ങളെ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാരത്തിന് സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കയെ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പരിശുദ്ധാത്മാവും സർവേശ്വരായ എന്നേക്കും. അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ മറിയത്തിന്റെയും കുടുംബത്തിന്റെ നായകനായ മാറിയ യോസേഫിന്റെയും മാധ്യസ്ഥവും ഇവരുടെ കുടുംബജീവിതത്തെ പൂർണ്ണമാക്കട്ടെ. സകല വിസ്തൃടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ സ്ത്രീയും മനുഷ്യയെ സൃഷ്ടിക്കുകയും ശ്രീമന്ത്രവരെ പങ്കാളാക്കുകയും ചെയ്ത കാരുണ്യമാനദൈവവും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധയുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിൽ സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളോട് മഹത്വം പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ ദീർഘവൃത്ത സംഗതികളെല്ലാവരെയും ദൈവം ആസ്വദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി പാടും ഗാനം പോലെ ദൂരെ ദൂരെ മറയരുതേ നീ താനേ വീഴും വേനൽ പൂവായി താഴെ താഴെ ഇതളടിയരുതേ നീ കരയും കടലലയുമായി തുടരും പ്രണയമിവിടെ പകരാം ഇരുവരിലെന്നും പ്രിയേ കരയും കടലലയുമായി തുടരും പ്രണയമിവിടെ പകരാം ഇരുവരിലെന്നും പ്രിയേ ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ എന്നോ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ മണവാളിനും മണവാട്ടിക്കും മധുരം വെക്കുക.
बताए ना मैं कहूँ जो तेरे मेरे दिल की है तमन्ना, तेरी है तमन्ना मेरी बने तू, मुझको भी है बस तेरा बनना। जान के हम अनजान है कैसी है ये कहानी, अरे हो न क्यों हैरानी, जो प्यासे है क्यों पीते नहीं पानी। ना तो बताए ना मैं कहूँ जो तेरे मेरे दिल की है तमन्ना, मेरी है तमन्ना तेरी बनूं मैं, तुझको भी है बस मेरा बनना। जान के हम अनजान है कैसी है ये कहानी, अरे हो न क्यों हैरानी, जो प्यासे है क्यों पीते नहीं पानी। हम जब मिल गए फिर क्यों ये फासले हैं, पास आके भी हम कुछ दूर से हैं। क्यों झिझके से है दोनों, क्यों ठिठके से है दोनों, क्या जाने हम क्यों यूं मजबूर से हैं। देखो तुम इनको तो समझो। क्यों हो गई हो शर्मीली, जो है बातें दिल की रंगीली, ये शर्म वर्म तुम छोड़ो, हमसे तो कह दो। जो धड़कन में सांसों में एक राज है छुपा, आ दुनिया से कह दे हम मेरे साथ आओ। जब दो दिलों का कहना है अब साथ हमको रहना है, जब दोनों दिल धड़कते हैं तो क्या है मुश्किल। बस इतनी सी शिकायत है, चुप रहने की जो आदत है, छोड़ो कभी तो तुम कह दो जो कहता है दिल। जो धड़कन में सांसों में एक राज है छुपा, आ दुनिया से कह दे हम मेरे साथ आओ। ना तू बताए ना मैं कहूँ जो तेरे मेरे दिल की है तमन्ना, तेरी है तमन्ना मेरी बने तू, मुझको भी है बस तेरा बनना। जान के हम अनजान है कैसी है ये कहानी, अरे हो न क्यों हैरानी, जो प्यास है क्यों पीते नहीं पानी। हो हम जब मिल गए हैं फिर क्यों ये फासले हैं, पास आके भी हम कुछ दूर से हैं। क्यों झिझके से है दोनों, क्यों ठिठके से है दोनों, क्या जाने हम क्यों यूं मजबूर से हैं।
നെഞ്ചോളം കൊഞ്ചാനും ഇന്നോളം നീയല്ലാതാരോ. ഒന്നുമേ മിണ്ടാതെ ഓർമ്മകൾ മായാതെ വന്നു നീയോമലേ. വാനതിരിന്നരികെ പൂവിതളിന്നഴകേ കണ്ണോളം കാണാനും വിണ്ണോളം പോകാനും നിന്നോളം നീയല്ലാതാരോ. പൊന്നോളം മിന്നാനും നെഞ്ചോളം കൊഞ്ചാനും ഇന്നോളം നീയല്ലാതാരോ. ആരോടും മിണ്ടാതെ പൂവിടും മോഹങ്ങൾ ആരെയോ തേടുന്നില്ലേ. നേരിനും നേരായി പാതിര കാറ്റായി പോരുമെൻ സംഗീതമേ. അനുരാഗം താനം മൂടുന്നില്ലേ. അത് നീയും ഞാനും കേൾക്കുന്നില്ലേ. വിരിഞ്ഞ പൂനിലാമുല്ലേ നിറഞ്ഞ പങ്കിനാവല്ലേ. ഇന്നാരും കാണാതെ കാണുന്നില്ലേ. കണ്ണോളം കാണാനും വിണ്ണോളം പോകാനും നിന്നോളം നീയല്ലാതാരോ. പൊന്നോളം മിന്നാനും നെഞ്ചോളം കൊഞ്ചാനും ഇന്നോളം നീയല്ലാതാരോ. കൂട്ടിനും നീയല്ലേ പാട്ടിലെ തേനല്ലേ നീ എനിക്കെൻ്റേതല്ലേ. കുഞ്ഞിളം കാറ്റിൻ്റെ കൈവിരൽ തുമ്പല്ലേ ഇന്നു നീ എൻ്റേതല്ലേ. എൻ മിഴിയിൽ നീയും നിറയുന്നില്ലേ. എൻ ഉയിരിനുയിരായി തീരുന്നില്ലേ. വിരിഞ്ഞ പൂനിലാമുല്ലേ നിറഞ്ഞ പങ്കിനാവല്ലേ. എന്നായാലും ഒന്നായി തീരാനല്ലേ. കണ്ണോളം കാണാനും വിണ്ണോളം പോകാനും നിന്നോളം നീയല്ലാതാരോ. പൊന്നോളം മിന്നാനും നെഞ്ചോളം കൊഞ്ചാനും ഇന്നോളം നീയല്ലാതാരോ. ഒന്നുമേ മിണ്ടാതെ ഓർമ്മകൾ മായാതെ വന്നു നീയോമലേ. വാനതിരിന്നരികെ പൂവിതളിന്നഴകേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കാരുണ്യത്തിനും സ്നേഹത്തിനും അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം ഞങ്ങൾ നൽകിയ എല്ലാ കൃപകൾക്കും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങേ തിരുമുന്നിൽ സമർപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിലൂടെ അവർ
അവരുടെ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ഈ പുതിയ ജീവിതത്തിൽ അങ്ങയുടെ കൃപ ഇപ്പോഴും അവിടെ ഉണ്ടായിരിക്കും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ബലിയർപ്പണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെ അവരെ അങ്ങേ പക്കൽ സമർപ്പിക്കുകയായിരുന്നു. നല്ല ഈശോയെ, കാനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ ഇവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രത്യേകിച്ചും അമ്മേ മാതാവേ, ഞങ്ങളുടെ തിരുസാന്നിധ്യമാണ് ആ കാനായിലെ കല്യാണ വിരുന്നിനെ ഏറ്റവും മനോഹരമാക്കിയത്, ഈശോയെ അത്ഭുതത്തിന് പ്രേരിപ്പിച്ചത്. ഇവരുടെ ജീവിതങ്ങളിലും അങ്ങ് ഈശോയുടെ പ്രവർത്തനങ്ങൾക്ക് ഈശോയെ അങ്ങ് പ്രേരിപ്പിക്കുകയും ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം ഏറ്റവും സ്നേഹപൂർവ്വം നന്നായി അങ്ങേക്കിഷ്ടമായി മനുഷ്യർക്ക് ഉപകാരപ്രദമായി കുടുംബത്തിന് അനുഗ്രഹമായി ജീവിക്കാനുള്ള കൃപ അനുഗ്രഹം അങ്ങ് നൽകണമേ. തിരുകുടുംബത്തെ നയിച്ച അങ്ങ് ഈ കുടുംബത്തെയും അങ്ങയുടെ മാധ്യസ്ഥം വഴി കൃപ വഴി അനുഗ്രഹം വഴി സാന്നിധ്യം ഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. सखी